വാർത്തകൾ വിശദമായി നോക്കാം. രാജ്യവ്യാപകമായി നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് കേരളത്തിൽ അടിയന്തര സ്റ്റേയില്ലെന്ന് സുപ്രീം കോടതി. ഇക്കാര്യത്തിൽ കേരളം റിപ്പോർട്ട് നൽകണമെന്നും ഈ കേസ് പരിഗണിക്കവേ കോടതി വ്യക്തമാക്കി. പ്രത്യേക സത്യവാങ്മൂലം നൽകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, എന്തായാലും അടിയന്തര സ്റ്റേ അനുവദിച്ചില്ല സുപ്രീം കോടതി. വലിയ പ്രതീക്ഷയോടെയാണ് SIRൽ കേരളം ഹർജി നൽകിയത്. നേരത്തെ മുസ്ലിം ലീഗ് അതുപോലെ CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഹർജി നൽകിയിരുന്നു SIRനെതിരെ. പക്ഷേ ഒരു തിരിച്ചടിയല്ലേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്? എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്? അൽനബേർ, കേരളത്തിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹർജികളുമാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചത്. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന് മുൻപിലാണ് കേരളത്തിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജികളുള്ളത്. നേരത്തെയും ഈ കേസ് സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു. ഹർജികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം SIR നടപടികൾ എത്രയും വേഗം റദ്ദാക്കണം, അതിന് സ്റ്റേ നൽകണം എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴും ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴും കേരളത്തിലെ SIR നടപടികൾക്ക് സ്റ്റേ നൽകാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. പകരം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാൻ കോടതി തയ്യാറായിരിക്കുകയാണ്. SIR നടപടി, നിലവിലുള്ള നടപടികൾ റദ്ദാക്കണമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കൂടാതെ CPM-ഉം മുസ്ലിം ലീഗും കോൺഗ്രസും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. അതിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള വാദം വിശദമാക്കിയിട്ടുണ്ട്. SIR നടപടികൾ അത് കൊണ്ടുവരുന്നതിന് മുൻപേ തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ക്രമീകരണങ്ങളും പരിശോധിച്ചിരുന്നു. ജില്ലാ കളക്ടർമാർ യാതൊരു തരത്തിലും എതിർപ്പ് അറിയിച്ചിട്ടില്ല. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നടപടികൾ നടപ്പാക്കുന്നതിന് തയ്യാറാണ്. അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് SIR നടപ്പിലാക്കുന്നതിന് നിലവിൽ സാങ്കേതികപരമായി യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കാണ് പ്രശ്നം എന്നുള്ളത് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിക്ക് മുൻപാകെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ അതിനെ എതിർത്തുകൊണ്ടുള്ള വാദം സംസ്ഥാന സർക്കാർ കോടതിക്ക് മുൻപാകെ ഉന്നയിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെയല്ല കേരളത്തിലെ സാഹചര്യം. BLOമാർക്ക് കൂടുതൽ ജോലിഭാരം വരുന്നു. നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് എന്നൊരു വാദം കോടതിക്ക് മുൻപിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഏതായാലും 2 തവണ കേസ് പരിഗണിച്ചപ്പോഴും കേരളത്തിലെ SIR നടപടികൾ റദ്ദാക്കാൻ കോടതി തയ്യാറായിട്ടില്ല. ഇനി അടുത്ത ആഴ്ചയാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ആ സമയമാകുമ്പോഴേക്കും നിലവിൽ കേരളത്തിലെ SIR നടപടികൾ ഒരു പരിധിവരെ പൂർത്തിയാകുന്ന ഒരു ഘട്ടം, അല്ലെങ്കിൽ അതിൻ്റെ പ്രാഥമിക നടപടികൾ പൂർത്തിയാകുന്ന ഘട്ടമുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടികളിൽ നിന്ന് പിറകോട്ട് പോകില്ല എന്നും നിലവിൽ തീരുമാനിച്ചത് പ്രകാരം സമയബന്ധിതമായി തന്നെ കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും SIR നടപടികൾ പൂർത്തിയാക്കും എന്ന നിലപാടിലാണുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഏത് രീതിയിലാണ് SIR പുരോഗമിക്കുന്നത്, നിലവിൽ അതിൻ്റെ നടപടികൾ എവിടെ എത്തിയിട്ടുണ്ട്, അത് സംബന്ധിച്ച് കേരളത്തിലെ സാഹചര്യം സംബന്ധിച്ചൊരു പ്രത്യേക റിപ്പോർട്ട്, സത്യവാങ്മൂലം കോടതിയിൽ നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കമ്മീഷൻ കേരളവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഒപ്പം നേരത്തെ ബീഹാർ SIR കേസിലും എല്ലാം തന്നെ വ്യക്തമാക്കി ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ പൗരന്മാരുടെ വോട്ടവകാശം ഇല്ലാതാക്കുന്നതിനോ അല്ല വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി. അത് അനധികൃതമായി വോട്ടവകാശം നേടിയവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാനും ഒപ്പം വോട്ടവകാശമുള്ള മുഴുവൻ ആളുകളെയും പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിന് കാലാകാലങ്ങളിൽ നടത്തിവരുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ നടത്തിവരുന്ന പ്രക്രിയയാണ്. അത് മുൻപും രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ 2002-2004 കാലഘട്ടത്തിലാണ് SIR നടപ്പാക്കിയത്. നിലവിലെ കാലഘട്ടത്തിൽ SIR അനിവാര്യമാണെന്നും ആദ്യം ബീഹാറിൽ വിജയകരമായി പൂർത്തിയാക്കി. ഇനി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും ഫെബ്രുവരി ആദ്യ വാരത്തിനുള്ളിൽ SIR പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കും എന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. അനിൽ നമ്പ്യാർ. SIRനെതിരെ കേരളം സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതിയുടെ അടിയന്തര സ്റ്റേ ഇല്ല. SIR നടപടികളുമായി മുന്നോട്ട് പോകാം. ഈ വിഷയത്തിൽ ഇടപെടണമോ എന്ന് സുപ്രീം കോടതി ഡിസംബർ 2 പരിശോധിക്കും. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.